രാജ്യത്തെ വിവിധ കോടതികളിലെയും ട്രൈബ്യൂണലുകളിലെയും 16 ജഡ്ജിമാർ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് അകാരണമായി പിന്മാറുന്നു. അതിൽ സുപ്രീം കോടതി മുതൽ വിവിധ ജില്ലാ കോടതികളിലെ ജഡ്ജിമാർ വരെ ഉൾപ്പെടുന്നുണ്ട്. രാഷ്ട്രപതിമാർ പോലും പിന്തുണച്ചിട്ടും അദ്ദേഹത്തിന് കോടതികളിൽ നിന്നോ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നോ നീതി ലഭിക്കുന്നില്ല. ഒടുവിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി തങ്ങളുടെ പരിഗണനയിലുള്ള കേസുകളെല്ലാം ഒക്ടോബർ 30-ന് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇത്രയും നാൾ ഒരു ഉദ്യോഗസ്ഥന് ഈ രീതിയിൽ അനീതി നേരിടേണ്ടി വന്നതിന് പിന്നിലെ കാരണം? ആരാണ് ആ അനീതി നേരിടുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നിലവിൽ ഉത്തരാഖണ്ഡ് കേഡറിലുള്ള 2002 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ചതുർവേദിയാണ് കഴിഞ്ഞ 15 വർഷത്തിലേറെയായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോടതികളുടെ സ്ഥിരം തലവേദനക്കാരനായ വ്യവഹാരിയായി മാറിയിരിക്കുന്നത്. രാജ്യത്ത് മാക്സസെ അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് 50-കാരനായ സഞ്ജീവ്. ഡൽഹി എയിംസിലെയും രാജ്യത്തെ വിവിധ ഫോറസ്റ്റ് ഓഫീസുകളിലെ പദ്ധതികളിലെയും തുടങ്ങി താൻ ജോലി ചെയ്ത എല്ലായിടങ്ങളിലും അഴിമതികൾ അദ്ദേഹം തുറന്നു കാണിച്ചു. മിക്കവയും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ളതായിരുന്നു. ഇതിന്റെ പേരിൽ നിരവധി തവണ സ്ഥലം മാറ്റവും അന്വേഷണ നടപടികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഹരിയാനയിൽ ജോലി ചെയ്ത് 7 വർഷത്തിനുള്ളിൽ 12 തവണയാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം നേരിടേണ്ടി വന്നത്. എങ്കിലും അദ്ദേഹം തന്റെ പോരാട്ടങ്ങളിൽ നിന്നും പിന്മാറിയില്ല. താൻ എത്തുന്ന ഓരോ ഇടങ്ങളിലെയും അഴിമതികൾ ചൂണ്ടിക്കാട്ടി ഓരോ ഇടത്തു നിന്നും അദ്ദേഹത്തിന് പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നു. അവ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോടതികളിൽ പോകുമെങ്കിലും ഓരോ തവണയും അദ്ദേഹത്തിന്റെ കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ വിട്ടുനിൽക്കുകയും ചെയ്തു. 2002-ൽ IFS ലഭിച്ച സഞ്ജീവ് ചതുർവേദി പരിശീലനങ്ങൾക്ക് ശേഷം 2005 മുതൽ ഹരിയാനയിലാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. ഹരിയാനയിലെ വിവിധ ജില്ലകളിലെ DFO ആയി അദ്ദേഹം ജോലി ചെയ്തു. താൻ നിയമിതനായ ഓരോ ഫോറസ്റ്റ് ഓഫീസുകളിലെയും നിയമവിരുദ്ധമായ മരമുറിക്കെതിരെയും തോട്ടം പദ്ധതികളിലെ തട്ടിപ്പിനെതിരെയും വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനെതിരെയും അദ്ദേഹം നിലപാടെടുത്തു. ഈ കേസുകളിലെല്ലാം പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് ഉന്നത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പ്രമാണിമാരുമായിരുന്നു. അവർക്കെതിരെ അദ്ദേഹം നടപടികളെടുത്തു. അതിനാൽ തന്നെ അന്നത്തെ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ അഴിമതി തുറന്നു കാണിച്ച സഞ്ജീവിനെതിരെ നടപടിയെടുക്കാനാണ് ശ്രമിച്ചത്. സഞ്ജീവിനെ സസ്പെൻഡ് ചെയ്യാനും പിന്നീട് പിരിച്ചുവിടാനും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ പലപ്പോഴായി ശുപാർശ ചെയ്തു. സഞ്ജീവിനെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് വിവിധ വകുപ്പുകളിലേക്ക് മോശം റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തു. എന്നാൽ തനിക്കെതിരെ സംസ്ഥാന സർക്കാർ ഓരോ തവണ നിലപാടെടുക്കുമ്പോഴും അക്കാലത്തെ രാഷ്ട്രപതിമാരായിരുന്ന പ്രതിഭ പാട്ടീൽ, പ്രണബ് മുഖർജി തുടങ്ങിയവരെ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടാനായി. 2005 മുതൽ 2012 വരെ 7 വർഷമാണ് സഞ്ജീവ് ചതുർവേദി ഹരിയാനയിൽ ജോലി ചെയ്തത്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് 12 തവണ സ്ഥലം മാറ്റം നേരിടേണ്ടി വന്നു. 2012-ൽ അദ്ദേഹത്തെ ഡൽഹി എയിംസിലെ ചീഫ് വിജിലൻസ് ഓഫീസറായി നിയമിച്ചു. അവിടെയും അദ്ദേഹം വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. എയിംസിലെ നിർമ്മാണ പ്രവർത്തികളിലെയും വിവിധ ടെൻഡറുകളിലെയും മരുന്ന് സംഭരണത്തിലെയും അഴിമതികളെക്കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. എയിംസിൽ അദ്ദേഹം കണ്ടെത്തിയ 20-ലധികം അഴിമതികളും ക്രമക്കേടുകളും സംബന്ധിച്ച് അദ്ദേഹം CBIക്ക് റിപ്പോർട്ട് കൈമാറി. ഈ കേസുകളിൽ ഉൾപ്പെട്ടവരെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു. എന്നിരുന്നാലും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഗുലാം നബി ആസാദ് സഞ്ജീവ് ചതുർവേദിയുടെ പോരാട്ടത്തെ പ്രശംസിച്ചു. നിർഭാഗ്യവശാൽ 2014-ൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടി ഈ കേസുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടു. അദ്ദേഹത്തെ എയിംസിലെ ചീഫ് വിജിലൻസ് ഓഫീസറുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. പ്രതികാര നടപടി എന്നോണം 2015-ൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അദ്ദേഹത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ വളരെ മോശം പ്രകടനമായിരുന്നു എന്ന് എഴുതി നൽകുകയും ചെയ്തു. എയിംസിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹത്തെ അടുത്ത വർഷം ഉത്തരാഖണ്ഡിലേക്ക് സ്ഥലം മാറ്റി. അവിടെ വിവിധ സ്ഥാപനങ്ങളിൽ ഫോറസ്റ്റ് കൺസർവേറ്റീവായി ജോലി ചെയ്ത അദ്ദേഹം മുൻകാലങ്ങളിൽ എന്ന പോലെ ഓരോ ഇടങ്ങളിലെയും അഴിമതികളെക്കുറിച്ച് ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരുന്നു. മസൂരി ഫോറസ്റ്റ് ഡിവിഷനിലെ വനാതിർത്തികളിൽ സ്ഥാപിച്ചിരുന്ന തൂണുകൾ കാണാതായതു മുതൽ കോർബറ്റ് നാഷണൽ പാർക്കിൽ VIP-കൾ എന്ന പേരിൽ അനധികൃതമായി സഫാരി നടത്തിയവരുടെ വിവരങ്ങൾ വരെ അദ്ദേഹം കണ്ടെത്തി പുറത്തുവിട്ടു. ടൂറിസത്തിന്റെ പേരിൽ വനമേഖലകളിൽ നടക്കുന്ന കോടികളുടെ അഴിമതിയും മരമുറിയുമെല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. ഉത്തരാഖണ്ഡിൽ സഞ്ജീവ് ചതുർവേദി കണ്ടെത്തിയ അഴിമതികളിലൊക്കെയും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് പ്രദേശത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തന്നെയായിരുന്നു. അഴിമതികൾ തുറന്നു കാണിക്കുകയും അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ജോലി ചെയ്ത എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ നടപടികൾക്കെതിരെ അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും രാജ്യത്തെ വിവിധ കോടതികളിലും കേസുകൾ ഫയൽ ചെയ്തു. ചില കേസുകളിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെതിരെ കോടതി അലക്ഷ്യ കേസുകളും നൽകി. എന്നാൽ ഈ കോടതികളിൽ നിന്നോ ട്രൈബ്യൂണലുകളിൽ നിന്നോ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല.
ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതിമാർ പോലും പിന്തുണച്ച സഞ്ജീവ് ചതുർവേദിയുടെ കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ ഓരോരുത്തരായി പിൻവാങ്ങി തുടങ്ങി. നിലവിൽ 2025 ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം വിവിധ കോടതികളിൽ നിന്നും ട്രൈബ്യൂണലുകളിൽ നിന്നും 16 ജഡ്ജിമാരാണ് സഞ്ജീവ് ചതുർവേദിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും പിന്മാറിയത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ വ്യവഹാരിയുടെ കേസുകളിൽ നിന്നും ഇത്രയധികം ജഡ്ജിമാർ പിന്മാറുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് 2 ജഡ്ജിമാർ, ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ 4 ജഡ്ജിമാർ, വിവിധ കീഴ്ക്കോടതികളിലെ ജഡ്ജിമാർ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ജഡ്ജിമാർ തുടങ്ങി സഞ്ജീവ് ചതുർവേദിയുടെ കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയവരുടെ പട്ടിക വളരെ വലുതാണ്. ഇപ്പോൾ 2 പതിറ്റാണ്ടിനോടടുക്കുന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സഞ്ജീവ് ചതുർവേദിയുടെ കേസുകൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ജി നരേന്ദ്രൻ. ഒക്ടോബർ 30-നാണ് കേസുകൾ പരിഗണിക്കുക. CATക്കെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജിയായിരിക്കും ആദ്യം പരിഗണിക്കുക എന്നും പിന്നാലെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള മറ്റ് കേസുകളും പരിഗണിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ജസ്റ്റിസ് ബി നരേന്ദ്രയും ജസ്റ്റിസ് സുഭാഷ് ഉപാധ്യയും അടങ്ങുന്ന ബെഞ്ചായിരിക്കും കേസുകൾ പരിഗണിക്കുക. സഞ്ജയ് ചതുർവേദി സ്വയം തന്നെയാണ് തനിക്ക് വേണ്ടി കേസുകൾ വാദിക്കുന്നത്.